ഞാൻ മാത്രമേ എൻ്റെ ഹെൽത്ത് നോക്കുന്നുള്ളൂ എന്നുള്ളൊരു സുപ്പീരിയോറിറ്റി ഒക്കെ ഇത്തരം പേഷ്യൻസിന് നമുക്ക് കാണാൻ പറ്റും. ഇതിന്റെ ഒരു പ്രിവലൻസ് ആയിട്ട് നോക്കുമ്പോൾ കൂടുതലും കണ്ടുവരുന്നത് എക്സസൈസിങ് പോപ്പുലേഷൻ, ജിമ്മിന് പോകുന്നവർ, അത്ലറ്റ്സ്, മോഡൽസ്, ഡയബറ്റീസ്, കൊളസ്ട്രോൾ പോലുള്ള ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഉള്ളവർ. ഒരു പെർട്ടിക്കുലർ റീസൺ ഇല്ലാതെ, ഒരു മെഡിക്കൽ റീസണും ഇല്ലാതെ ഈ ഭക്ഷണം നല്ലതല്ല എന്ന് കരുതി അതിനെ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസിയാണ് ഇതിൽ കണ്ടുവരുന്നത്. യൂഷ്വലി നമ്മൾ അസസ് ചെയ്യുന്നത് ത്രൂ ക്വസ്റ്റനറീസ് ലൈക്ക് ഔട്ടോ 15, ഔട്ടോ 6 എന്നുള്ള അസസ്മെന്റ് ഫോംസ് ഒക്കെ തന്നെയുണ്ട്. ആൻഡ് ഇതിന്റെ ഒരു കോൺസിക്വൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അനീമിയ, അതുപോലെ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി, ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാവും, ഇലക്ട്രോലൈറ്റിന്റെ ഇംബാലൻസ് ഉണ്ടാവും, അതേപോലെ വീക്കനിങ് ഓഫ് ഇമ്മ്യൂണിറ്റി, ഇതെല്ലാം ഗ്രാജുവലി ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇതിനെ ട്രീറ്റ് ചെയ്യുന്നത് കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി തന്നെയാണ്. കോഗ്നിറ്റീവ് റീസ്ട്രക്ചറിങ് ആവശ്യമുണ്ട്, ഡയറ്റ് പ്ലാനിങ് കൊടുക്കണം, വെയിറ്റ് റീസ്റ്റോർ ചെയ്യണം, അതേപോലെ ബിഹേവിയറൽ മോഡിഫിക്കേഷൻ ആവശ്യമുണ്ട്. പല കാരണങ്ങളും കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. ജനറ്റിക് റീസൺസ്, എൻവിറോൺമെന്റൽ റീസൺസ് ഒക്കെ തന്നെയുണ്ട്. എന്നാലും ഇപ്പോൾ ഉള്ള സോഷ്യൽ മീഡിയ യൂസ് ഒക്കെ കൂടുതൽ കാരണം, ബോഡി ഇമേജ് ഇഷ്യൂസ് കൂടുന്നത് കൊണ്ടും ഒക്കെ ഇത്തരം ഡിസോർഡേഴ്സിന്റെ അളവ് കൂടി വരുന്നുണ്ട്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ഓർത്തോഡോക്സ് ആൻഡ് താങ്ക് യു.